ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെയും ഒത്തിരി സന്തോഷത്തോടെയും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഉണ്ണീശോയെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ദിവസങ്ങളൊക്കെ. അപ്പം എനിക്ക് ഈ ഒരു നിമിഷത്തിലെ എൻ്റെ ഒരു ക്രിസ്മസ് ഓർമ്മ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു ടൈമിൽ ക്രിസ്മസിൻ്റെ ആ ഒരു സീസണിൽ നമ്മുടെ ഉണ്ണീശോയുടെ രൂപം നമുക്ക് ഇങ്ങനെ എല്ലാ വാർഡിലെ എല്ലാ വീടുകളിലും ഒരു ദിവസം ഉണ്ണീശോ നമ്മുടെ വീട്ടിലായിരിക്കും എന്നൊരു രീതിയിൽ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഉണ്ണീശോ എൻ്റെ വീട്ടിലും എത്തി. ഉണ്ണീശോയുടെ രൂപം നമുക്ക് ആ ഒരു ഡേ ഫുള്ളും നമ്മുടെ വീട്ടിലായിരിക്കും. അപ്പം നമുക്ക് മാക്സിമം ഉണ്ണീശോയെ എത്ര മനോഹരമാക്കാം, അത്ര മനോഹരം മീൻസ് പൂക്കൾ വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്ക് കഴിയുന്നപോലെ ഞങ്ങൾ പൂക്കളൊക്കെ വെച്ച് തിരികളൊക്കെ കത്തിച്ച് മനോഹരമാക്കിയെങ്കിലും ഞാൻ ചെറുപ്പത്തിൽ ചെയ്തൊരു കാര്യം കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ണീശോയെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ ഉണ്ണീശോയോട് പറഞ്ഞു, ഉണ്ണീശോയെ എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ, എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കമ്പി ഉണ്ടായിരുന്നു, ഒരു ഗോൾഡൻ കളറ്. അത് ഞാൻ ഒരു കിരീടത്തിൻ്റെ രൂപത്തിലാക്കിയിട്ട് ഉണ്ണീശോയുടെ തലയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഉണ്ണീശോയെ നോക്കി പറഞ്ഞു, ഇപ്പം എല്ലാം പെർഫെക്റ്റായി, ഇപ്പം എല്ലാം ഓക്കെ ആയി എന്ന്. ശരിക്കും ആ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, അതായത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ണീശോയെ സ്വീകരിക്കേണ്ടത് രാജാവായിട്ടാണ് എന്നുള്ളൊരു കാര്യം. ശരിക്കും കാലിത്തൊഴുത്തിൽ പിറന്നതൊക്കെ നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്, നമ്മളുടെ സ്നേഹത്തെ പ്രതിയാണ്. അപ്പം ആ ഉണ്ണീശോയെ നമ്മുടെ ഹോൾ ലൈഫിൻ്റെ അധികാരം കൊടുത്തുകൊണ്ട് രാജാവായി നമുക്ക് വാഴ്ത്താം. ആമേൻ.